ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം നമ്മളേ ഇപ്പം കൂട് വെക്കാൻ പോകും കേട്ടോ. അപ്പം നമ്മുടെ അമൽ ബ്രോ നെറ്റായത്, ഈ പച്ച നെറ്റ് ഇതാകുമ്പം എളുപ്പമാണ്. വേറെ പ്രത്യേകിച്ച് കമ്പിയൊന്നും വെക്കണ്ടായിരുന്നു. അപ്പം അതേ കൂടിൻ്റെ നാക്കൊക്കെ ഉണ്ടോ, ഇതുവഴി മീൻ കയറിയാൽ പിന്നെ തിരിച്ചിറങ്ങത്തില്ല. മീൻ കയറുക എന്ന് പറഞ്ഞാൽ ഇതുവഴി മീൻ കയറി അകത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി നേരെ ഇറങ്ങി വരത്തില്ല. ഇത് ഈ സൈഡിലൊക്കെ ഇടിച്ചിടിച്ചിടിച്ച് രക്ഷപ്പെടാനാണ് നോക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതേ കൂട് വെക്കാനായിട്ട് പോവോ എന്താ ഓ എൻ്റെ ഫോന്നെ വെക്കോ വെക്കോ കമ്പിയുള്ളല്ലോ കൈ കേട്ടാ. അതെ അപ്പയുടെ ചേട്ടൻ്റെ മോളാണ് അത് കേട്ടാ, ശ്രീകുമാറിൻ്റെ മോളാണ് ഇളയാള്. ഇത് അപ്പയുടെ മൂത്തയാള്, ഏറ്റവും ഇളയാള്. നമ്മളെ നടുക്കഷ്ണം വന്നില്ല, വീട്ടിൽ ഇരിക്കുക. അപ്പോൾ നമ്മളിപ്പം മൊത്തം 8 കൂടുണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പം 3 കൂടാണ് ഇപ്പം വെക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് ഇപ്പം അത് നമുക്കൊരു 3:30-4 മണിയാകുമ്പോൾ ബാക്കി ഒരു 5 കൂടുകളുണ്ട്, അതുങ്ങളൊന്ന് വെക്കാൻ പോകണം. കാരണം നമ്മുടെ കുഞ്ഞിന് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു കൂടാ, ചെറിയ കൂടാ കേട്ടോ, വലിയ വെയിറ്റൊന്നുമില്ല. അവൾക്ക് കൂട് വേണമെന്ന് പറഞ്ഞാൽ അവള് വേഗളവാ കേട്ടോ. വാ കുഴപ്പമില്ലടാ, അവളെ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ട് വരും കൂടി. അത് തന്നെ, അതിന് കൊള്ളാം, സംഭവം കൊള്ളാം കേട്ടോ. സംഗതി വർക്കൗട്ടാണ് സംഭവം. ഇത് എളുപ്പം കെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതേ സംഭവം കൂടി പെട്ടെന്ന് ഓർമ്മ ചെയ്ത് മറ്റേ കമ്പിയുടെ കൂട് കൂട് നിർമ്മതി. പിന്നെ ഇത് വലിയ ചെലവില്ല, അല്പം ചെലവില്ല. അതുമല്ല കൊള്ളാം കേട്ടോ, അങ്ങനെ പരിപാടി കൊള്ളാം. ആർക്കൊന്നും ഇഷ്ടപ്പെടും ഇത്. കണ്ടു കഴിഞ്ഞു. എങ്ങോട്ടാ പോണം? നടക്ക് ഫ്രണ്ടി നടക്ക്. കൈ ഇങ്ങനെ പിടിച്ചോ, സാധാരണ പിടിച്ചോ പിടിച്ചോ, കണ്ണ് കാണാൻ പറ്റത്തില്ലേ. ഇവിടെ ചെളിയാണേ, ചാടി പോണം കേട്ടോ. ഇവിടെ വെച്ചാൽ വരാല് കിട്ടാൻ ചാൻസ് വരികയാണെങ്കിൽ വരാല് കിട്ടും. എടുത്തു നിങ്ങൾ അങ്ങോട്ട് പോയിച്ചു വാ കേട്ടോ. അപ്പാപ്പി കൂട് വെച്ചിട്ട് വരാം, നിങ്ങൾ പോയിച്ചു വാ. നമ്മൾ ഒരു കൂട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇത്രയും വെള്ളമേ ഉള്ളൂ, ഇങ്ങനെ വെക്കണം. ഇല്ലെങ്കിൽ കാര്യം ഏതായാലും കയറിയ ചത്തു. നമ്മളേ ഇതിപ്പം കൂട് നിലത്ത് മുട്ടി നിൽക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നമ്മുടെ കാര്യമൊക്കെ സൈഡ് വഴിയാണ് വരുന്നത്. സൈഡ് വഴി വന്നാലേ നമുക്ക് കാര്യം കിട്ടത്തുള്ളൂ. ഇങ്ങനെ വെക്കണ്ട കേട്ടോ. അപ്പുറം ഒരു കൂട് ഇപ്പുറം ഒരു കൂട് വെച്ചത് ഇങ്ങനെ കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കും. എന്നിട്ട് നമ്മളത് ഈ കമ്പയിലേക്ക് കെട്ടുക. ഇതുവഴി ഒന്ന് കോർത്ത് കെട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഒഴുക്കുള്ള സ്ഥലമാണെങ്കിൽ ഒഴുകിപ്പോവും, ഇങ്ങനെ കോർത്ത് കെട്ടിയില്ലെങ്കിൽ ഒഴുകിപ്പോവും. ഇവിടെ ഒഴുക്ക് കുറവായതുകൊണ്ട്, മറ്റേ ഈ പുല്ലൊക്കെ കിടക്കുന്നുണ്ട്, വലിയ ഒഴുക്കൊന്നുമില്ല. അപ്പം കോർത്ത് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പം 2 കൂട് വെച്ച് ഇനി 3ാമത്തെ കൂട് വെക്കാനായിട്ട് പോകും കേട്ടോ. നമ്മൾ 2 ദിവസം ഇതുവഴി നടന്നു കഴിയുമ്പോൾ ഇവിടെ തെളിയും. ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളുടെ വീടാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. നമ്മൾ ശകലം ദൂരത്തോട്ട് മാറ്റി വെച്ചാൽ കൂടും പൊക്കിക്കൊണ്ട് പോകാൻ ഇഷ്ടം പോലെ പേര് വരും. മീൻ മാത്രമല്ല, കൂട് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകണവരാ.
നമ്മൾ ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഇത് ശകലം താഴ്ചയാണ്. ഇത് നല്ല വൃത്തിയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പുറം വെച്ച് 2 കൂട് കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പം നമ്മൾ കൂടെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ അവളുമാർ വന്നിരിക്കുക. എവിടെ പോയിരുന്നേ? എവിടെ പോയിരിക്കുമായിരുന്നു നീ? അവിടുത്തെ കിട്ടുന്ന മീൻ നിനക്കാണേ. ഇത് കൂവ കേട്ടോ. കൂവ ഇതാണ് നമ്മൾ കുത്തി നല്ല ഉണക്ക സമയത്ത് കുത്തി നമ്മൾ ഉരച്ച് പൊടിയെടുക്കുന്നത്. നമ്മളൊരു വീഡിയോയിൽ ഈ കൂവ ഉരച്ചുണക്കി പൊടിയെടുക്കുന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അടുത്ത ഉണക്കാകട്ടെ, അപ്പം ചെയ്യാം. പോവാം. വാ ചെറുതായിട്ട് കൊല്ലത്തുള്ളൂ. ആരാ നിന്നെ പറ്റിച്ചത്? അക്കച്ച പറ്റിച്ച? അത് പോട്ടെ, അക്കച്ചല്ലാവേ. നമുക്ക് ഒരു 5 കൂടും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ആ 5 കൂട് നമുക്കൊരു ഉച്ച കഴിഞ്ഞ് ഇപ്പം 11 മണിയായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ, അത് 3-3:30 കഴിഞ്ഞിട്ട് വെള്ളം ഏറ്റവും. അപ്പം വെള്ളം എന്തുമാത്രം പൊങ്ങൂന്ന് വരെ നമുക്ക് നോക്കി വെച്ച് അതനുസരിച്ച് കൂട് വെക്കണം. അല്ലെങ്കിൽ കൂട് താണു പോയാൽ അതിൻ്റെ അകത്ത് വരാല്, കാരി, ചെമ്പല്ലി ഇതൊക്കെയാണ് നമ്മുടെ കൂടിൻ്റെ അകത്ത്. ഈ സാധാരണ ഇടത്തോടുകളിലൊക്കെ വെക്കാൻ നേരത്ത് സാധാരണ നമ്മളെ കൂട്ടി കയറുന്ന മീൻ ഇതൊക്കെയാണ്. അപ്പം ചിലപ്പോൾ സിലോപ്പിയും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ആണെങ്കിൽ ചത്തുപോകും. കൂട് താണാൻ നിൽക്കുന്നെങ്കിൽ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതാണ് നമുക്ക് കുറച്ച് ഏറ്റമായിട്ട് വേണം നമുക്കൊന്ന് പോയി കൂട് വെക്കാൻ. വാ 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 വാ, മഴ വരുന്നു. വാ, പെട്ടെന്ന് വാ. ഇപ്പോഴേ വൈകിട്ടൊരു 4:45 5 മണിയാകുന്നു. ഞങ്ങളപ്പം ബാക്കി 5 കൂടുകളുണ്ട്, അതും കൂടെ വെക്കാൻ പോകും. ബാ, കമ്പി കൊള്ളല്ലേ മേത്ത് കേട്ടാ. വാ വാ വാ, നടക്ക്. വാ. നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കൂടായത് കേട്ടോ. എന്നാ വാ, സൈഡിലാ വണ്ടി. അതാ അവളാ മെയിൻ തരകൻ. കൂട് വെക്കുന്നതൊക്കെ കുഞ്ഞിക്കിളിക്ക് വീഡിയോ എടുക്കണമെന്ന് കൊടുക്കണ. കൊണ്ടുപോവാ. ആ കൂടും കൂടെ കമ്പ് കമ്പ് ആ കൂടൊരെണ്ണം ചൂണ്ടയിട്ട് നമുക്കൊരു ഇങ്ങനെ തിട്ട കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. നമ്മളത് ഇവിടെ ഇട്ടാ വെക്കാൻ പോണാട്ടെ. ആയിരുന്നിരുന്നാൽ മതി. അപ്പം കാര്യം ഇതൊക്കെ ഇത് നോക്കിയ അവിടെ താഴ്ചയാ. കുഞ്ഞേ, മറ്റേ കൂടെന്തേ? അതിൻ്റെ ചരട് പോയല്ലേ. ഇങ്ങോട്ടിട്. ചരട് ഞാൻ കെട്ടാം. ഇങ്ങോട്ടിട്. ഇട്ടോ. ഇവിടെ ശകലം പൊക്കം കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇവിടെ വെക്കുന്നത് കേട്ടോ. ഇവിടെ ശകലം പൊക്കം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കുക. കൂടുവാ
ഒരു ചരടും 2 കമ്പും ഇങ്ങനെ വന്നാൽ മതി. ഇട്ടോ കൂടിട്ടോ. ആ ഇട്ടോ. അല്ല ഇട്ടോ കമ്പിട്ടോ. ആ കണ്ടടി. നീ എന്നെ കൂടെ പേടിപ്പിക്കാതെ ഇട്. കണ്ണിക്കൊണ്ടാണല്ലോ വട്ടം ഇട്. ആ കയറും കിടത്താ കയറ്. കണ്ട് ദേ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് ദേ കണ്ടോ. ആ അതുകൊണ്ട് കയറുക ഇട്. കൂടുണ്ടോ? ആ അടുത്തായിരുന്നോ? അടുത്ത കൂടായിരുന്നോ? അടുത്ത വട്ടം ഇട്. ആയിട്ടോ ചരട് ഇട്. താ ആ 2 കിടാണ്. വീടിന് അടുത്തുള്ളൊരു മോട്ടോർ തന്നെ കേട്ടോ. ഈ മോട്ടോറാണ് നേരെ വാതുക്കല്ല നമ്മൾ കൂട് വരിക. നമ്മളിൽ ആ സൈഡിൽ നിങ്ങൾ ഒരെണ്ണം വെക്കാൻ പോകും. അതിലാം അവിടെ മീശന്നൊക്കെ ഉണ്ട് കേട്ടോ. പൊടിമീനൊക്കെ വരുന്നു. ദാ കുഞ്ഞിനെ നോക്കിക്കോണം. അവളെ ഇറക്കി നിർത്തി. പണ്ടേ ഇറക്കി നിർത്ത്. ഈ കൂട്ടി കൂടുതൽ ഈ കൂരിയും ഇതെല്ലാം വീഴാൻ സാധ്യതയുണ്ട്. കൂരിക്കുഞ്ഞല്ല. ഇത് കണ്ടോ മോട്ടറിൻ്റെ തള്ളു കണ്ടോ. അണ്ണനെ ബീച്ച് കിട്ടിയ സിലോപ്പി കാണിച്ചേ. സിലോപ്പിയ വയമ്പ കണ്ടോ. വള്ളത്തിയുണ്ട്, വയമ്പുണ്ട്, കുറുവയുണ്ട്, ചെമ്പല്ലിയുണ്ട്. ഇത് ചെമ്പല്ലി. അതിനകത്ത് നോക്കാം. അണ്ണാ ഇതിനകത്ത് വല്ല കിടപ്പുണ്ടോ അണ്ണ? ചെറുപ്പോ സിലോപ്പി ചെറുപ്പം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ട് മഴ ഉണ്ടെങ്കിലേ നമുക്ക് മീൻ എന്തെങ്കിലും വീഴത്തുള്ളൂ കേട്ടോ. ഈ പാടത്തുനിന്ന് ഇത് മറ്റേ കൃഷി ചെയ്യുന്ന പാടമാണ്. ഈ പാടത്തുനിന്ന് വെള്ളം അടിക്കുന്നത് ഇങ്ങനെ വെളിയിലേക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് 2 കൂട് വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് 3. പിന്നെ നമ്മൾ രാവിലെ 3 കൂട് വെച്ചുണ്ട്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഉടക്കോല എല്ലാ വീടിൻ്റെ വാതിക്കലും ഇടുന്നുണ്ട്. നമ്മളെ പള്ളാത്തുരുത്ത് പാലമില്ല അങ്ങ് കാണുന്നു. ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്ന് അറിയാമല്ലോ. അങ്ങ് കാണുന്നതാണ് നമ്മളെ പള്ളാത്തുരുത്തി പാലം. അവിടെ അതിന്റെ അച്ചാച്ചി മീൻ പിടിക്കുന്നത്. ബൈ ബൈ. അപ്പം ഞാനും നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളു കേട്ടോ. കൂട് വെക്കാനായിട്ട് പോകും. അപ്പം ഇപ്പം നേരം വെളുത്ത് ഒരുപാട് സമയം. ഇപ്പോൾ ഒരു 7 കാലമായിട്ടുണ്ട്. കാരണം നമ്മൾ പോകുന്ന ഏരിയയിൽ പട്ടിയുണ്ട്. നമ്മൾ പോകുന്ന ഏരിയയിൽ തന്നെ ഒരു 5-10 പട്ടിയുണ്ട്.
ഇത് അപ്പാപ്പിക്ക് ഇതേ കണക്ക് പേടിയുള്ളൊരു സാധനം വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നല്ല മഴക്കാറാകട്ടെ. നമ്മൾ ഇവിടെയാണ് കൂട് വെച്ചിരിക്കുന്നത്. വേറെ ഒരു 3 കൂട് വെച്ചിട്ടുണ്ട് നമ്മൾ. അവിടെ അവിടെ 2 കിഴക്കേട്ട്. നമ്മളപ്പോൾ ഇന്നലെ വൈകിട്ട് കുഞ്ഞിക്കിളിയായിട്ട് പോയി വെച്ച സ്ഥലമുണ്ട് 5 കൂട്. നമ്മൾ അങ്ങ് മോട്ടറിൻ്റെ അവിടെ നമ്മൾ ആദ്യം അതാ നോക്കാൻ പോകുന്നത്. മൂന്നാമത്തത് കിടന്നു. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കുരയായിരിക്കും. ഇത് കുരയ്ക്കുന്ന കേൾക്കുമ്പോഴേ നമ്മുടെ സകല ഊർജവും പോവും. രാവിലെ അവിടെ പോയി ആണോ? ചേച്ചി ഇത് അപ്പുറം 2 കൂട് വരുന്നുണ്ട്. അതാ കൂരിക്കുഞ്ഞാ അല്ലേ? ഇതിന് നമുക്കൊരു മൂടി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മതി. എന്തെങ്കിലും ഉണ്ടോയെന്നൊരു പിടിയില്ലെന്ന് പൊക്കി നോക്കാൻ അറിയാൻ പറ്റത്തുള്ളൂ. രണ്ട് ചെമ്പല്ലിക്കുഞ്ഞ് ഒരു ചെമ്പല്ലിക്കുഞ്ഞൊരു വെള്ളത്തിൽ. നമ്മളീ പ്രശ്നം അത് എലി കണ്ട, എലി കയറി കണ്ടിച്ചാൽ അത് ഇത് കണ്ട. ഒരു കവറ ഉണ്ടടി. ഓ ചെമ്പല്ലി തിരിച്ചു കയറും. ഇത് പാത്രം ഒന്ന് കെട്ടിയിട്ടാക്ക, ഇല്ലെങ്കിൽ നമുക്ക് കറി വെക്കാനുള്ളത് കിട്ടുമെന്ന് തോന്നുന്നു. അടുത്ത കൂടിതാണ് ഒരു ചെമ്പല്ലി. ഈ കൂട് വെള്ളത്തിൽ മുങ്ങിയായിരുന്നു തോന്നുന്നു. ചെമ്പല്ലി ചത്തുപോയി കണ്ട. ഇതോ ഒരു ചെമ്പല്ലി ചത്ത് കിടക്കാണ. ഇല്ലില്ല, വക്കറ്റിൻ്റെ വല കെട്ടിയിട്ടുണ്ട്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതാണ് ആ ചെമ്പല്ലി ചത്തുപോകാൻ കാരണം. ഇത് തന്നെ ചത്തുപോകണ്ട ചെമ്പല്ലിയും ഒരു കാരിയും. നമ്മളെ ആ കാരി എടുക്കുന്നില്ല കേട്ടോ. ആ കാരിക്ക് എന്തോ ഒരു സ്ക്രാച്ച്. നമ്മൾ ഈ കാര്യം എടുക്കുന്നില്ല. ഇതിന് എന്തോ ഒരു സ്ക്രാച്ച്, എന്തോ ഒരു അപകടമൊക്കെ ഉള്ളത്. അത് നമ്മൾ കളഞ്ഞ്. ഈ ചെമ്പല്ലിയും കൊള്ളത്തില്ല കേട്ടോ. അതും ചീഞ്ഞ്. നമ്മുടെ ഈ കൂട് മുങ്ങിപ്പോയാലുള്ള കുഴപ്പം അതാ. ഇത് തന്നെ അത് ചെമ്പല്ലിക്കുഞ്ഞും ഗവറ ചെയ്യുക. നമ്മൾ അടുത്ത കൂടിൻ്റെ അവിടെ നമ്മൾ വന്നു കേട്ടോ. നമ്മുടെ ഈ കൂടിനകത്ത് ഇപ്പം എന്തോ ഒരെണ്ണം ചെമ്പല്ലിയാന്ന് തോന്നുന്നു. ചെമ്പല്ലിക്കുഞ്ഞാന്ന് തോന്നുന്നു. ഉണങ്ങുന്നുണ്ട്. സിലോപ്പിക്കുഞ്ഞ് നമുക്ക് കറിക്കുള്ളുണ്ട്. ഈ വാരാക്കുഞ്ഞുണ്ട്. ഇല്ലാത്ത ആ വാരാക്കുഞ്ഞ് നമുക്ക് കളയണം.
ഇത് മറ്റേ വളർത്ത് വരാളുടെ കുഞ്ഞ് കേട്ടോ. നമ്മുടെ അടുത്ത കൂടിൻ്റെ അവിടെ നമ്മൾ ആണ്. പക്ഷേ ഇത് കണ്ട എലി വെട്ടിയിരിക്കണ്ട, എലി വെട്ടി തുറന്നിട്ടിരിക്കുവോ കൂട് കണ്ട. ഇതിൻ്റെ അത് എന്നിട്ടും എന്തോ ഉണ്ട്. ഇതൊരു സിലോപ്പിക്കുഞ്ഞാന്ന് തോന്നുന്നു. കുഞ്ഞല്ല സിലോപ്പ് കുഞ്ഞും വള്ളത്തും ഉണ്ടെന്ന് തോന്നുന്നു. കൂട് നമ്മൾ കെട്ടിയിട്ടില്ല, ഇത് പോർത്ത് വെച്ചിട്ടേ ഉള്ളൂ. നല്ല ടൈറ്റാണ് അത്. കൂണ്ട 2 സ്ഥലം എലി വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും വെട്ടിയിട്ടുണ്ട്, ഇവിടെയും വെട്ടിയിട്ടുണ്ട്, ഇപ്പറേയും വെട്ടിയിട്ടുണ്ട്. എന്താ ഇങ്ങനെ എലി വെട്ടി കിഴുത്തുണ്ടെങ്കിലേ കാരി കയറിയാലും കാരി പെട്ടെന്ന് ഇറങ്ങിപ്പോവും, ചെറിയ ഊട്ടം ഉണ്ടെങ്കിൽ. സിലോപ്പിക്കുഞ്ഞല്ല, വേറെ ഒന്നും കണ്ടില്ല. അവിടെ അത് തൂമ്പ് വെക്കുക, അവിടെ അള്ള വീണ കണ്ട കേട്ടെ. അത് റെഡിയാക്കുക. ഇനി നമുക്ക് അവിടെ 3 കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് പോളയ്ക്കകത്താണ് വെച്ചിരിക്കുന്നത്. എലി വെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കാരി കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. കാറ്റ് ഇവിടെ അടുത്ത് വന്ന് എടുക്കണം. എനിക്ക് തുമ്മല. ഇതിൻ്റെ അകത്തും ഉണ്ട് നീർക്കോലി, അപ്പുറം ഇരിക്കുന്ന കൂടിൻ്റെ അകത്തും. ഇതിൻ്റെ അകത്തും 2 നീർക്കോലി ഉണ്ട്, അപ്പുറം ഇരിക്കുന്ന കൂടിൻ്റെ അകത്തും 2 നീർക്കോലി കേട്ടോ. നമുക്ക് ഇനി അത്രയും സൈസുള്ളത് 2 എണ്ണം തന്നെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും കൂടെ ലാസ്റ്റായിട്ട് നമ്മൾ അപ്പുറത്തെ കണ്ടത്തിലോട്ട് അറിയും. ഇത് ഇനി അങ്ങ് അറ്റത്തുണ്ടൊരു കൂടെ, അതിൻ്റെ അകത്തുണ്ടോ ഇനി നീർക്കോലി വല്ലോ അത് അറിയില്ല. ഈ തോട് നിറച്ച് നീർക്കോലിയാണ്. ഓ ഗൈസ്, വലിയ അതെന്ത് പാമ്പാ? അതും നീർക്കോലിയാണ്. ഇത് നീർക്കോലിയാണ് ഈ വലിയത്. വലിപ്പം കണ്ട ആ പാമ്പിന്റെ അത്ര സൈസ് തന്നെ ഉണ്ടാക്കാതിരിക്കും. ഇതാണ് നമുക്ക് ഇവിടുന്ന് എമ്മി. ഗവറ ഉണ്ട്, പക്ഷേ ചത്തുപോയി തോന്നുന്നു. ചത്തുപോയി, ഗവറ ചത്തുപോയി. കൂട് താന്നിരുന്നെ അടാ. പൊങ്ങി എഴുതാൻ ഇപ്പൊ ഇതിനും ജീവൻ കാണത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ കയറിപ്പോകുന്ന സ്ഥലത്ത് ഇനി ഇതിലും വലിയ തൊണ്ടൊന്നും അറിഞ്ഞൂടാ. നമ്മളൊരു കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കബഡി പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ടാണ്. ഇപ്പം ആരും അത് വൃത്തിയാക്കിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ കോലം. ഇതിനകത്തുണ്ടോ? ഇതുണ്ടോ? ഉണ്ടാ ഫ്രണ്ട്സ്, നിങ്ങളിത് കാണുക. ഇതിൻ്റെ അകത്തും നോക്കൂ, നമുക്ക് കാണാം. ആ വെള്ളം കാണുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നീർക്കോലിയാണ്. അതും ചത്തെന്ന് തോന്നുന്നു. ജീവനുള്ള ഒന്നിനെ പോലും കാണിക്കാം. യോ അച്ഛ, ഈ മരം പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ പോയെന്ന്.
ഇതിനകത്തുള്ളത് എന്തുവാണോ ഇനി? ഇതിനകത്ത് എത്ര ഉണ്ട്? 2 എണ്ണം. ആ ഇതിൻ്റെ അകത്ത് ഇത് പാമ്പ് മാത്രമേ ഉള്ളൂ, മീനില്ല. നമ്മൾ പാമ്പിനെ പിടിക്കാനാണ്. ജീവനുണ്ടാ? ഇല്ല. അതെന്തുവാ ചീ? ആ ഇതെന്തുവാ? അതെന്തുവാ? ആ വലിയത് ഇതൊരു കാരിക്കുഞ്ഞു. ആ വലിയതാ? ഇത്രയും വലിയ പൊളി. അപ്പൊ എത്ര ഉണ്ട് ഇത്? എന്ത് ഇവിടെ കൂട് വെക്കണ്ട പോ. എല്ലാ ദിവസം പാമ്പിനെ കാണുമ്പോ ഈ പാമ്പിനെല്ലാം കളക്ഷൻ ചെയ്തിട്ട് അപ്പുറേ കണ്ടത്തിലോട്ട് കളയണം. അതിന് ഞാനിവിടെ മീനൊക്കെ ഇച്ചിരിയേ ഉള്ളു. അത് പറയാതെ മീനുള്ള ബക്കറ്റും കൊണ്ട് ആ ചൂണ്ടെടുത്തിട്ട് പോവാണ്. അവിടെ നമ്മുടെ ഒരു കുടയും കിടപ്പുണ്ട്. അപ്പോൾ കുടയൊക്കെ എടുത്ത് അതിനെയൊക്കെ എടുത്ത് കളയണം. ഈ കാട്ടിക്കൂടെയാണ് ഞാൻ നടന്നു വരുന്നത് കൊണ്ട്. അളിയനപ്പം രാവിലെ നമ്മുടെ മീൻ മേടിക്കാനായിട്ട് വന്നാ, പക്ഷെ നമുക്ക് മീനില്ലാതായിപ്പോയി. നാളെ തരാം അളിയാ, കൊണ്ടുപോയി നാളെ തരാം. ഇല്ലെങ്കിൽ രാവിലെ പള്ളാത്തുരുത്തിക്ക് പോവാ, പള്ളത്തി പിടിക്കാം. അല്ല പള്ളത്തി പോരുന്നുണ്ട് അവിടെ. ഞാൻ പോണില്ല, അവിടെ അവര് അപ്പൊ നമുക്ക് കറിക്കല്ലേ ഉള്ളു. പോട്ടെ, ശരി. അപ്പൊ നമുക്ക് മൊത്തം കിട്ടിയ കേട്ടാ. കാര്യമുണ്ട്, പള്ളത്തി, ചട്ടിത്തലയും കൂരി. ഇത് ചട്ടിത്തലയും കൂരി കേട്ടാ. ചട്ടിത്തലയും കൂരി, ചെമ്പല്ലി ഉണ്ട്, ചെമ്പല്ലി, പിന്നെ സിലോപ്പി. കാര്യമൊക്കെ ഉണ്ടായിരുന്നു, കാര്യം വലിയ കാര്യമാണ്. അപ്പം നമ്മളെ 2-3 കൂടിനകത്തൊക്കെ നീർക്കൂലിയൊക്കെ ആയിരുന്നു. പിന്നെ 2-3 കൂട് മുങ്ങിപ്പോയിട്ട് ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടായിരുന്ന കൂടിനകത്ത് തന്നെ ചത്ത് കിടന്നു. അപ്പം നമ്മുടെ അപ്പപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. കുഞ്ഞ് പൊക്കിക്കൊണ്ടുപോയ കൂടിനകത്ത് കിട്ടിയത് അവക്ക് തന്നെ വറുത്ത് കൊടുക്കണം. അതെല്ലാം അവിടെ കളഞ്ഞില്ല. സബ്സ്ക്രൈബ്